നമ്മളെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഹാപ്പിയാണ്. നീ ഹാപ്പി അല്ലേ? പതിനഞ്ച് വർഷത്തെ ലവ് ആയിരുന്നല്ലേ? ഒരു ലവ് എന്നതിന്റെ പേരിലാണ് അവർ 15 വർഷം നിന്നത്. അതിനുള്ള ജീവിതകാലം മൊത്തം അവരുടെ ഇടയിൽ ഉണ്ടാവണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളും വഴക്കും എല്ലാം ജീവിതത്തിന്റെ ഇടയിൽ ഉണ്ടാവും. പക്ഷെ അത് ഒക്കെ ഹോൾഡ് ചെയ്ത് അവരുടെ സ്നേഹം മുൻനിർത്തി അവർ മുമ്പോട്ട് പോകണം. ഞാൻ ചേട്ടനും ചേച്ചിക്കും ഹാപ്പി മാരീഡ് ലൈഫ്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 7ാം ക്ലാസ്സിൽ കണ്ട അരുഞ്ചിത്താണോ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, താലി കെട്ടുന്നത്. താലി എന്ന് പറഞ്ഞ വലിയൊരു സംഭവം എൻ്റെ കഴുത്തിൽ കെട്ടുന്ന, നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇനി വേണ്ട കേട്ടോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നും വേണ്ട. ആ ടൈമിലെ ഇമോഷൻസ് പറഞ്ഞ് എനിക്കറിയത്തില്ല, അതൊരു മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു ആസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. പക്ഷെ എനിക്ക് അറിയത്തില്ല എങ്ങനെ അത് മുന്നോട്ട് പോകുമെന്ന്, എങ്ങനെയൊന്നും അറിയത്തില്ല. ഫ്രണ്ട്സ് ആയിട്ട് തന്നെ പോകും. ഞങ്ങൾക്ക് തന്നെ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം അവർ ഇത്രയും വർഷത്തെ റിലേഷൻസ് അതെല്ലാം ഒരു കംപ്ലീറ്റ്ലി സക്സസ് ആവുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത്, ആ താലി കിട്ടുന്ന നിമിഷം തന്നെ ഒരു ഗൂസ് ബംസ് ആയിരുന്നു ബോഡിയിൽ ഫുള്ള്. എന്റെ നന്ദുചേട്ടനും ആതിര ചേച്ചിക്കും വിവാഹദിൻ ഹാപ്പി മാരീഡ് ലൈഫ്. വർഷത്തിന്റെ ആ ഒരു കാത്തിരിപ്പ് എല്ലാം അവസാനിച്ച് ഇപ്പം റിലേഷൻ എല്ലാം സക്സസ്ഫുൾ ആയി. അതിങ്ങനെ തന്നെ ലൈഫ് ലോങ് ഇരിക്കട്ടെ. ശിവഗാമി സൗന്ദര്യമേ പ്രേമസാര സങ്കൽപമേ സർവലോക മംഗളധാരേ. സത്യം സർവമംഗല്യമേ ശിവഗാമി സൗന്ദര്യമേ ചേട്ടനാണ് ഞങ്ങളുടെ വീട്ടിലുള്ള കുടുംബത്തിലെ ഏറ്റവും പീസ്, ഭയങ്കര കാമായിട്ടുള്ളൊരു പേഴ്സണാണ് എൻ്റെ ചേട്ടൻ. എല്ലാവരോടും ഭയങ്കര ആത്മാർത്ഥമായ സ്നേഹം. അതുകൊണ്ടാണ് ഇതുവരെ നിൽക്കുന്നത്. രണ്ടുപേർക്കും ഭയങ്കര. ചേച്ചിയും അതേപോലെ തന്നെയാണ്. ഭയങ്കര സ്ട്രോങ് ആണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെന്ന് ഞാൻ പറയും. കാരണം ഇത്രയും വർഷം അവരുടെ വീട്ടിൽ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പോലും ഇത്രയും വർഷം ചേച്ചി